ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പിയിൽ നല്ലൊരു ഫിഷ് കറിയാണ് കാണിക്കുന്നത്. തേങ്ങയൊക്കെ അരച്ച ആവോലി ഫിഷ് കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ചിരകിയ തേങ്ങയും ഒരു പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു തക്കാളി, കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തു. ഇനി നമുക്കൊരു മിക്സ് ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ അത് 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുത്ത് ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുഴച്ച് വെക്കുകയാണെങ്കിൽ ഇത് മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റുന്ന സമയത്ത് അത് കളർ പോകാതെ നല്ല റെഡ് കളറിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. ഇന്ന് ഞാൻ മീൻ കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ആവോലി മീനാണ്. അത് നല്ലപോലെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അതും ഒന്നൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ പുളി. ഇത് നേരത്തെ തന്നെ പുളി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നല്ലപോലെ പുളി ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരത്തെ പുളി തിളപ്പിച്ച് വെക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് ഒന്നെടുത്ത് വെക്കാം. ഒത്തിരി നേരം ഒന്നുമില്ല, നമ്മൾ മറ്റേ അരപ്പൊക്കെ തയ്യാറാക്കി വരുന്ന സമയം വരെ ഒന്ന് എടുത്ത് വെക്കാം. ഇനി ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ വഴറ്റുന്ന സമയത്ത് നല്ല ഈസി ആയിരിക്കും. ഇനി തേങ്ങയും കൂടി അരച്ചെടുക്കണം. അപ്പോൾ തക്കാളി അരച്ച അതേ മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി എടുക്കുകയാണ്. തേങ്ങ നല്ല പേസ്റ്റ് പോലെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ തക്കാളിയും തേങ്ങയും എല്ലാം നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1 സ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ആദ്യം ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇടുന്നതുകൊണ്ട് തന്നെ ഈ മുളകൊന്നും കളർ മാറത്തില്ല, നല്ല റെഡ് കളർ നമുക്ക് കിട്ടും കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം ഉള്ളത് കൊണ്ടാണ് നമുക്ക് 2-3 മിനിറ്റ് തന്നെ അങ്ങനെ വഴറ്റാൻ പറ്റുന്നത്. നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മിക്സായി മാറും. അല്ലെങ്കിൽ ചിലപ്പോൾ മുളക് പൊടിയുടെ ഒരു ചെറിയ കുത്തലൊക്കെ കറിക്ക് വരാറുണ്ടല്ലോ. ഇപ്പോൾ അതൊന്നും വരത്തില്ല, നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ മുളക് അരയ്ക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് മുളകിന് കുറച്ചും കൂടി സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഞാനിപ്പോൾ പുളി പീസുകൾ ഇടുന്നില്ല, കാരണം നമുക്ക് പുളിയിൽ എല്ലാ പുളിയും പീസിൽ നിന്നുള്ളതൊക്കെ വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി മിക്സി കഴുകി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ ഫിഷ് പീസുകൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം മീൻ പീസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ദേ നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം കഴിയുമ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് കറിവേപ്പിലയും ഇനി ഇതിനകത്തോട്ട് ഒന്നെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് ഇനി അടച്ചു വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആവോലി കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുക്കുമുണ്ട്, നല്ല രുചിയാണ് ഈ കറി കഴിക്കാനായിട്ട്. ചോറ്, ചപ്പാത്തി, അതുപോലെ തന്നെ കപ്പ, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കാണാനും നല്ല ഭംഗിയായിട്ടുള്ളൊരു കറിയാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയുമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കൊണ്ടുവെക്കുന്നതാണെങ്കിലും ഇച്ചിരി ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. സൂപ്പറായിട്ടുള്ളൊരു നല്ലൊരു മീൻ കറിയാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി ചേർക്കണ്ടെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിനകത്ത് തക്കാളിയും കൂടി ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.